കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകൾ അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചൊരു അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നല്ല ജോമോളുടെ അനുഭവം പറയാൻ പറ്റുള്ളൂ, ജനറലി ഇത് പറയാൻ പറ്റില്ല. ജോമോൾ മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. ജോമോൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അനുഭവമില്ല, എനിക്കെന്നുള്ളല്ലോ പറയേണ്ടത്. അതൊരു ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടേ പറയാൻ. അപ്പൊ അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അല്ല, എനിക്ക് എന്റെ അനുഭവം പക്ഷേ നമ്മൾ അങ്ങനെ അനുഭവമില്ല, അത് മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അല്ലാതെ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നെങ്കിൽ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലേ സിദ്ദിഖ പറഞ്ഞത്, അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട്. പത്രത്തിൽ വന്നതല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലാതെ അവരൊക്കെ എന്റെ കോളീഗ്സ് ആണ്. അവരൊക്കെ കലീഗ്സ് മാത്രമേ. മാധ്യമപ്രവർത്തകരടക്കം വിവരാവകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നു. അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു RTI എങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് പുറത്ത് വിടരുതെന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പ്രതികരിച്ചത്.